ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചായക്കടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതും ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഒരു 8 ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ ബ്രെഡ്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ ബ്രെഡ്. ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആട്ടപ്പൊടിയിലാണ് വെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് മാത്രം മൈദ മതി. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ മൈദ എടുത്തത്. നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ ആ ഒരു ഗ്ലാസ്സിന് മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കുന്ന സമയത്ത് ദോശമാവിൻ്റെ ഒരു പരുവത്തിനെക്കാട്ടും കുറച്ച് കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. അധികം ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. ഇപ്പം നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, അത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി ഇട്ടാ അത് കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബ്രെഡില്ലേ ആ ഒരു ബ്രെഡ് 2 എണ്ണം ചേർത്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കുക. ആ ഒരു കൂട്ടിൻ്റെ അകത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ മാവെത്തുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ കറക്റ്റായിട്ട് വന്നോളണം കേട്ടോ. കറക്റ്റായിട്ട് ഈ ഒരു മാവ് കോട്ട് ചെയ്തെടുക്കണേ. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ്. എന്നിട്ട് 2 സൈഡൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പം ബ്രെഡ് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കട്ടെ 2 സൈഡും. ഇപ്പം ഇത് നല്ലോണം തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതാ നല്ലോണം ഇവിടെ ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂടോടിക്കട്ടോ. പിന്നെ ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് ഇതേപോലെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നടുഭാഗം ഇതേപോലെ കോണ് പോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പോക്കറ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലാണ് വേണ്ടത് കേട്ടോ. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് നല്ലോണം തന്നെ വാട്ടിയെടുക്കാം. കുറച്ച് നേരം തന്നെ വാട്ടിയെടുക്കുക. അധികം നല്ലോണം വാടേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടണം. ഇതിലേക്കില്ലേ ഒരു നുള്ളു കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗരം മസാല പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ. നമ്മളിത് പുറത്തേക്കൊക്കെ കൊടുക്കുന്ന ഗരം മസാല പൊടിയാണ്. ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. ഇതേപോലത്തെ ഐറ്റംസിൽ അതുപോലെ തന്നെ എല്ലാ ബിരിയാണിക്കും അതുപോലെ തന്നെ എല്ലാ മസാല കറികൾക്കും ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു മുട്ട ഫ്രൈ ആക്കുന്നതിൽ വരെ നമുക്കൊരു നുള്ളു ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ആ ഒരു മസാല അവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടാണ്. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കത്തിയൊന്ന് നനച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇതേപോലെ കട്ടാക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. മുഴുവൻ മുട്ടയും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിൻ്റെ അകത്തേക്ക് ഒന്ന് നിറച്ച് കൊടുക്കാം.
ബ്രെഡിന്റെ നടുഭാഗം ഇതേപോലെ ചെയ്തിട്ട് ഇതിന്റെ നടുവിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ബാക്കിയുള്ള ഒരു മുട്ടയും കൂടി വെച്ച് കൊടുത്താൽ നമ്മളെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു മുട്ട വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.